എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന അല്ലാതെ ഇതിനകത്ത് എന്താണ് ആ ഒരു ജസ്റ്റ് ലൈൻസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. സ്വർണം ചെമ്പായി മാറ്റി, സ്വർണ്ണപ്പാളികൾ മാറ്റി. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കാര്യമല്ലേ, കേസെടുത്തതല്ലേ. ശാസ്താവിന്ദന ഊറ്റി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ, അയ്യപ്പന്റെ സ്വർണ്ണമാണോ എടുത്തോണ്ട് പോയതെന്ന് ചോദിച്ചില്ലേ. സ്വർണം കട്ടവൻ ആരപ്പ? സ്വർണം കട്ടോണ്ട് പോയില്ലേ? അതുകൊണ്ടല്ലേ അകത്ത് കിടന്ന് ജയിലിൽ കിടന്ന് വാസുവും സഹസഖാക്കളും എല്ലാം കിടന്ന് അനുഭവിക്കുന്നത്. ലോഹം മാറ്റിയത് ആരപ്പ? ലോഹം മാറ്റിയില്ലേ? ഇതിൽ ആർക്കാ സംശയം? ഇതിനകത്ത് എവിടെ ഒഫൻസ്? സഖാക്കളാണ് അയ്യപ്പ. സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്, സുഹൃത്ത്. സഖ എന്നുള്ളത് ഒരു സാൻസ്ക്രിറ്റ്, എറ്റിമോളജിക്കലി ഒരു സംസ്കൃത പദമാണ്, സുഹൃത്ത്. ഇതിനകത്ത് CPM എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ ഒരു പാർട്ടിയെയും BJP ഒരു പാർട്ടിയെയും ഇവിടെ പരാമർശിക്കുന്നില്ല. സ്വർണ്ണപ്പാളി മാറ്റി, എല്ലാവർക്കും അറിയാം. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. ശാസ്താവിന്ദന ഊറ്റിയേ. ശാസ്താവിന്റെ അല്ലേ എടുത്ത് മാറ്റിയിരിക്കുന്നത്. ആചാരങ്ങളെ ലംഘിക്കാൻ കമ്മിണിമാരെ മലകേറ്റി. അതും നടന്ന സംഭവമല്ലേ. ഇവിടെ പോലീസുകാർ പ്രൊട്ടക്ഷനോടുകൂടി അന്ന് എല്ലാ ദേവസ്വം അധികാരികളുടെയും സംരക്ഷണയോടുകൂടി എല്ലാവരിൽ നിന്ന് വളരെ രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ഇതെല്ലാം ചെയ്തു. അകവും പുറവും കൊള്ളയടിക്കാൻ ഒരു നിയമിച്ചുള്ളത് ഒരു പോറ്റി. അപ്പൊ ഇതിനകത്ത് ദീസ് ആർ ഓൾ ജസ്റ്റ് ഫാക്ട്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വ്യവഹാരമായിട്ട് വന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ പുറത്ത് ഹൈക്കോടതി കേസെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണിത്. ഇതിനകത്ത് അയ്യപ്പനെന്നോ ശബരിമലയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുമെന്നുണ്ടെങ്കിൽ അത് ഇതെന്താ? നമ്മൾ ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു തരത്തിലും കേസെടുക്കാൻ കഴിയാത്ത രീതിയിൽ സാമാന്യ വസ്തുതകൾ മാത്രം രാഷ്ട്രീയക്കാര് പ്രസംഗവേദിയിൽ പറയുന്ന കാര്യം പദ്യരൂപത്തിൽ ഗാനരൂപത്തിൽ മാറ്റിയപ്പോൾ അതിന് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പ്രകടമാണ്. അവർ ഭയക്കുന്നത് സംഗീതത്തെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ താലിബാനിസമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മൾ സാധാരണ വിനിമയ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, കേരളമെമ്പാടും ചർച്ച ചെയ്യുന്ന പ്രയോഗങ്ങൾ സംഗീതമായി മാറ്റിയപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സംഗീതമാണ് ഇവരെ ഭയപ്പെടുന്നത്. ഇത്തരത്തിലൊരു താലിബാനിസം കേരള പോലീസിന്റെ കയ്യൊപ്പോടുകൂടി കേരളത്തിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ? ഈ കാക്കിയിട്ട് നടക്കുന്ന പോലീസ് മേധാവികൾക്ക് ഇത്ര പോലും അടിസ്ഥാന യുക്തിയോ ബോധമോ ഇല്ലാതെ ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന തരത്തിൽ എങ്ങനെയാണ് ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയുക? പോലീസിന്റെ ജോലി ഇതാണോ? ഇത് തീർച്ചയായിട്ടും ക്വാഷ് ചെയ്യപ്പെടേണ്ട ഒരു FIR ആണ്. വളരെ വ്യക്തമായിട്ട് ഇത് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ ആണ്. നിയമത്തിന്റെ ഏറ്റവും പ്രകടമായ ദുരുപയോഗമാണ്. ഇങ്ങനെ കേസെടുത്ത് ഇത് ലൈവായി നിൽക്കണം. ശ്രീ കുഞ്ഞബ്ദുള്ള ഇനിയും എഴുതണം. നിങ്ങളിൽ ആക്ഷേപഹാസ്യത്തിലുപരി നിങ്ങളുടെ വാക്കുകൾ അത് സംഗീതമായി വന്നപ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള ഭക്തിയാണ് കാണുന്നത്. കൊച്ചു കുട്ടികൾ വരെയും ഇപ്പൊ കേരളത്തിൽ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാടുന്നുണ്ട്.